ഹലോ, പാത്തുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാനിന്നൊരു കർണാടക സ്റ്റൈൽ മട്ടൻ കുറുമ അല്ലെങ്കിൽ പച്ച മസാല ആട്ടിറച്ചി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നെയ്യും എല്ലോട് കൂടിയിട്ടുള്ള 1 കിലോ മട്ടനാണ്. അപ്പോൾ അത് ഉണ്ടാക്കാം. വലിയ സവാള ആണെങ്കിൽ 1 മതി. ഇത് ചെറുതായതുകൊണ്ട് 1.5 സവാള, 1 തക്കാളി, 2 ചെറിയ ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങാണ് കേട്ടോ ഈ മട്ടൻ കുറുമക്ക് ഒന്നും കൂടി രുചി കൂട്ടുന്നത്. അപ്പോൾ അതാ ഞങ്ങൾക്ക് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ കുറച്ച് ഓയിൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിൽ നല്ല നെയ്യുള്ളതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽക്കിതാ ഈ ഉള്ളി ഇട്ട് കൊടുത്ത് ഇത് ചെറുതായി മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ചേർത്ത് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിക്ക് ഇറച്ചിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് ഈ ഉരുളൻകിഴങ്ങും കൂടി അതിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇറച്ചി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനൊരു മസാല ഉണ്ടാക്കാം. 1/2 കപ്പ് തേങ്ങ, എരിവിനനുസരിച്ച് പച്ചമുളക്, ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 കാറാമ്പൂ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 പിടി മല്ലിയില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മസാല ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇറച്ചി വെന്തിക്കണോ നോക്കാം. ഇതാ ഇറച്ചി ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില, കസ്തൂരിമേത്തിയും കൂടി ഇട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ഇതാ നല്ല രുചിയോട് കൂടിയിട്ടുള്ള മട്ടൻ കുറുമ റെഡി. ഇത് നെയ്ച്ചോറ്, നെയ്പ്പത്തിരി, പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് ഈ കറി. ഇന്നിവിടെ കഴിക്കാൻ എടുത്തിട്ടുള്ളത് പൊറാട്ടൻ്റെ കൂടെയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ മലബാറിൻ്റെ റെഡിമെയ്ഡ് പൊറാട്ടയാണ്. ഇത് നല്ല അടിപൊളി പൊറാട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മട്ടൻ കുറുമ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ വെച്ചാൽ കമൻറ്റിൽ പറയട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പിയും കൂടിയായി പിന്നെ വരാട്ടോ.